ഗൈസ് അഞ്ച് തിരിച്ച് കണ്ണൂരിലേക്ക് പോവാണ്. ശ്രീന്റെ ബർത്ത്ഡേക്ക് 5 ഉണ്ടാവില്ല ഗൈസ്. കുറെ കാലമായിട്ട് ഞങ്ങൾ ഒന്നിച്ചുള്ള ബർത്ത്ഡേ എനിക്ക് നല്ല സങ്കടമുണ്ട്. കൊറേ കാലമായിട്ട് എത്ര വർഷങ്ങൾ ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയവരെ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ളതാണ് ഗൈസ്. 10-11 കൊല്ലായിട്ട് ഒപ്പരം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്കാരാണ് ഗൈസ്. അത്യാവശ്യം കട്ടായി പോയില്ലേ കാര്യം. കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് ഒരാഴ്ച കൊണ്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുള്ളതാണ്. അത് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അത്ര കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇല്ല, നമുക്ക് അടുത്ത പ്രാവശ്യം എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കും. അതെ, പ്രാവശ്യം ഇങ്ങനെ പോട്ടെ. ശ്രീ വീട്ടിൽ നിന്ന് കുറെ കരഞ്ഞിട്ടാന്ന് വന്നത്. കണ്ണീരെഴുതുള്ളില്ല. സാധാരണ കരയേണ്ടതാണ്. ഇല്ല, ഞാൻ കരയൂല. മാക്സിമം ഇങ്ങനെ നിൽക്കും. നമ്മള് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് അല്ലേ? ബ്ലോക്ക് ഉണ്ട്. ഏകദേശം എത്താനേ ഇനി 10-15 മിനിറ്റ് കൂടിയേ ഉള്ളൂ ട്രെയിൻ വരെ. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇവരെ കൂട്ടിയിട്ട് പോകേണ്ടതിൽ വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വേറെ വഴിയില്ല. അതെ, സാഹചര്യം. ഫ്ലാഷ് ബാക്ക്. സങ്കടമുണ്ടോ? സങ്കടമുണ്ട്. കരയല്ലേ ശ്രീ, കരയല്ലേ. അമലായിട്ട് സങ്കടമുണ്ടോ? ഇനിയും വരുമല്ലോ. അതെ, പോയിട്ടൊക്കെ വിളിക്ക് അവിടെ എത്തിയിട്ട് കേട്ടോ. ഉമ്മ പറയും. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഗൈസ്. ഇനി എപ്പോഴാ വരിക? 2 ആഴ്ച കഴിഞ്ഞിട്ട്. ഇനി കൂടുതലൊന്നും ചോദിക്കാം. ഞാൻ വരണോ? പെട്ടെടുത്തരണോ? ഞാൻ വീഡിയോ എടുത്ത് അയക്കാം. ടാറ്റാ ടാറ്റാ, ഞാൻ വരണേ. ഓള് കരണ്ടൊന്നുമില്ല. എനിക്ക് തോന്നി മിണ്ടായിരിക്കണം. കരയുന്ന പോലെ തോന്നിയാലേ സ്ത്രീ കരയും. പോയോ? ഒരു പോയി. നമുക്ക് പോവാം. ശ്രീ ഒരു വരില്ലേ? ഒരൊറ്റ ബർത്ത്ഡേ അടുത്ത നമുക്ക് അടിപൊളിയാക്കാം അല്ലെ? ഇനിയിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഒരു വന്നിട്ട് നമുക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിക്കാം. അല്ലേ? അങ്ങനെ ചെയ്യാം. ഞങ്ങൾ കണ്ണൂരേക്ക് പോകുന്നില്ല. ഞങ്ങൾ ശ്രീനൊന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ശ്രീൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇവിടെ ഇല്ലാതിരിക്കും. പക്ഷെ ഓളെ ഞങ്ങളൊന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഞങ്ങളിന്ന് കണ്ണൂർ പോകും, ഇന്ന് പോവാണ്, അർജന്റായിട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ. പക്ഷെ ഞങ്ങളിന്ന് പോകുന്നില്ല ഗൈസ്. ഞങ്ങളിന്ന് 12 മണിക്ക് ശ്രീനെ പോയിട്ട് എത്തിക്കാൻ പോവാണ്. പിന്നെ ജുനു നമ്മളതാ പ്ലാറ്റ്ഫോം നമ്പർ 1 കൂട്ടാൻ നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ നേരെ ജുനുവിന്റെ അടുത്തേക്ക് പോവാണ്. പോയാലോ? ഞങ്ങളതാ പിന്നെയും വന്ന്. ശ്രീ കരച്ചിലാണ്. നല്ല കരച്ചിലാണ്. നമ്മളിതാ പെട്ടി എടുക്കുന്നു, പിന്നെയും പെട്ടി ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നു. പോയാലോ ഗൈസ്? അങ്ങനെ നമ്മൾ തിരിച്ചതാ പിന്നെയും കോഴിക്കോട് തന്നെ നിൽക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ശ്രീക്കുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ ഷാമി വിളിച്ച സമയത്ത് ഞാൻ ചോദിച്ച് എന്താണ് ശ്രീന്റെ സ്ഥിതി എന്നൊക്കെ. അപ്പൊ ഭയങ്കര കരച്ചിലായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞ് കരയുണ്ട്. ഓക്കെ, എന്തിനെ പറ്റി ആലോചിക്കേണ്ടതെന്ന് പോലും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരച്ചിലാന്നാ പറഞ്ഞത്. പാവാണ്. പക്ഷെ നമുക്ക് എന്താ പറയാ, 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഓളെ ഞെട്ടിച്ചിട്ട് ഓക്ക് കുറച്ച് അധികം ഹാപ്പിനെസ് കൊടുക്കാൻ ഇത് നല്ലൊരു പ്രാങ്കായിരുന്നു. അപ്പൊ നമുക്ക് ഓക്ക് നേരെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവാം. സല്ലു ഷാമി ഓളെ വീട്ടിലാക്കിയിട്ട് ഇപ്പം മലബാർ ഗോൾഡിലേക്ക് എത്തുന്നുണ്ട്. അപ്പത്തേക്ക് നമുക്ക് അവിടെ എത്താട്ടോ ഗൈസ്. നമ്മളിത് ഇവിടെ ശ്രീനെ ഇറക്കിയിട്ട് വന്നിട്ട് ഇപ്പൊ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ 5നെ ഇറക്കിയത് 4th പ്ലാറ്റ്ഫോമിലാട്ടോ. 5 നേരെ പോയിട്ട് 1st പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കും. അവിടേക്ക് ജുൻക പോയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജുൻക കൂട്ടിയിട്ടുണ്ടാവും. ജുൻക കൂട്ടിയിട്ട് നേരെ നമ്മള് ഗിഫ്റ്റ് വാങ്ങിക്കുന്ന സ്ഥലത്ത് മലബാർ ഗോൾഡിലേക്കല്ലേ, അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അറിയില്ല, ഒന്ന് വിളിച്ചു നോക്കണം. ശ്രീനെപ്പം ഞങ്ങൾ ഇറക്കിയിട്ട് ഇതേ തിരിച്ച് പോവാണ് ഗൈസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. പാവ ഗൈസ്, അത് കാറ് കയറിയപ്പോ കരയുന്നുണ്ട്.
അഞ്ചില്ലാത്ത വിഷമത്തില്. സാറില്ല, അന്ന് കുറച്ചും കൂടെ മണിക്കൂർ കഴിഞ്ഞാൽ സന്തോഷിക്കാലോ. അതെ, ബർത്ത്ഡേക്ക് എങ്ങനെയാണല്ലോ നമ്മള് കുറച്ച് ആദ്യം സങ്കടപ്പെടുത്താറുണ്ടല്ലോ. അപ്പൊ കുഴപ്പമില്ല ഗൈസ്. ഇനിയിപ്പൊ നമുക്ക് നേരെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകും. നമ്മളിപ്പോ സ്ഥലത്ത് എത്തി ഗൈസ്. 5-ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളപ്പോ വാങ്ങിക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്താന്ന് വെച്ചാല് ശ്രീക്ക് ഈ ബ്രേസ്ലെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ബ്രേസ്ലെറ്റ്, കുഞ്ഞുമാല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണ്. ശ്രീക്ക് നല്ല ഭംഗിയുള്ള ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കാന്ന് വിചാരിച്ച്. എനിക്ക് ബ്രേസ്ലെറ്റ് ഉണ്ട്, 5ക്ക് ബ്രേസ്ലെറ്റ് ഉണ്ട്. അപ്പൊ ഓക്കും നല്ല ഭംഗിയുള്ള ഒരു ബ്രേസ്ലെറ്റ് എടുക്കാന്ന് വിചാരിച്ച്. പിന്നെ ശ്രീന്റെ വീട്ടിലേക്ക് ശ്രീക്ക് തന്നെ വേറെ പ്ലാനിങ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. വലിയ പ്ലാനാണ്. ഓക്ക് തന്നെ വാങ്ങിക്കണം എന്നുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിലേക്ക് കൈ കടത്തുന്നില്ല. വന്നോ? അപ്പൊ നമുക്ക് വാങ്ങിക്കാൻ പോവാം. നല്ല ഭംഗിയുള്ളത് നോക്ക് ചേരുന്ന, ഓക്ക് ഇഷ്ടാവുന്ന ടൈപ്പിനെ നോക്കിയെടുക്കാം. ഞങ്ങൾ പിന്നെയും വന്നു കണ്ണൂരിൽ പോയി വന്നു. കണ്ണൂരിൽ പോയി സ്റ്റേഷനിൽ നേരെ തിരിച്ച് കോഴിക്കോടേക്കാണ് എടുക്കുന്നു. ഡിക്കിയിൽ വെക്കുന്നു, ഡിക്കിയിൽ പെട്ടെടുക്കുന്നു, പുറത്ത് വെക്കുന്നു, പിന്നെയും ഡിക്കിയിൽ വെക്കുന്നു. പക്ഷെ വീട്ടുകാരുടെ അഭിനയം ഞാൻ ഓരോ എന്താണെന്നറിയോ, ഓരോ ഞാൻ നിർത്തിയത് എന്തായാലും ഞങ്ങൾ പോകുന്ന സമയത്ത് ആരും വീട്ടുകാർ പറയാതെ പോകില്ലെന്നറിയാം. അപ്പൊ ഒരു യാത്ര അയക്കാൻ നിൽക്കും അറിയാം. അപ്പൊ ഞാൻ വീട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞു, അവർ പറഞ്ഞ് മനസ്സിലാക്കിയാല് ഇന്നമ്മക്ക് എമ്മാരെ അപ്പൊ ഇന്നമ്മ ശ്രീനോടൊക്കെയാ വിഷമുണ്ടോ, ഓള് പിന്നെ വരൂലേ, വിഷമിക്കൊന്നും വേണ്ടെന്നൊക്കെ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഓസ്കാർ അഭിനയം. അല്ല, എനിക്കൊരു കൺഫ്യൂഷൻ ആയി പോയി ഗൈസ്. ശരിക്കും ഞാൻ എന്ത് ചെയ്താ പറയാ, കാറിൽ കയറി കഴിഞ്ഞപ്പോ ഞാനും ഷാമിയും അവലായിരുന്നല്ലേ ബാക്കിലേക്ക്. അപ്പൊ ഷാമിക്ക് ഞാൻ ടെക്സ്റ്റ് ചെയ്ത് ഞാൻ ചോദിച്ചു ഓവറായോ ഇല്ലല്ലേ. അപ്പോൾ ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അത്ര മാരകമായ അഭിനയമായിരുന്നു. ഇതുവരെ ഞങ്ങളൊക്കെ വൃത്തിക്ക് കൊണ്ടുപോയി. ഓള് കരഞ്ഞില്ലേ? ഇതിലിപ്പോ നമ്മളോടെ വിഷമിപ്പിച്ചാലും രാത്രി 12 മണിയാകുമ്പോ സന്തോഷം വരും. അപ്പൊ അതുകൊണ്ട് ഗിഫ്റ്റ് ആണ്. നല്ല രസമുണ്ടേ. ഓക്ക് ഇങ്ങനത്തെ പേൾസ് ഉള്ള സാധനങ്ങൾ ഇഷ്ടമാണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. കൊള്ളാം. നോക്കി നോക്കാം, നന്നായിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. ഇതൊക്കെ പിന്നെ വലിയ ടൈപ്പാണ്. ഓക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാം ഇഷ്ടം. വെച്ചോക്ക്. കൊള്ളാട്ടോ. രസമുണ്ടേ. ഇത് രസല്ലേ? ഇല്ല കട്ടിയുള്ള വേണം. നീ തൊങ്ങലൊക്കെ ടൈപ്പ് വേണോ? ഇങ്ങനത്തെ ആ ടൈപ്പ് അത് കുറച്ച് നല്ല ഭംഗി ഉണ്ടാവില്ലേ? ഇങ്ങനത്തെ ഇഷ്ടമാണ്. എനിക്ക് എന്താ തോന്നുന്നു? എനിക്ക് ഓക്ക് ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാം ഇഷ്ടാവും. ഇല്ല നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഇടാന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ കളർ വേണ്ടി വരില്ല. റോസ് ഗോൾഡിന് കുറച്ചും കൂടെ രസമുള്ള ഉണ്ടാവും ചിലപ്പോൾ. നല്ല ഭംഗിയാണ്. കുറച്ചുകൂടെ വർക്ക് നല്ല ഭംഗിയുള്ളത് ഉണ്ടാവും. അത് നോക്കാം. ഇതിപ്പോ റോസ് ഗോൾഡിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇതിലൊക്കെ ഇത് ഷാമിന്റെ അടുത്തുള്ള പോലത്തെ സാധനം. ഇതാ ഏകദേശം ഇതിലെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇഷ്ടമുള്ള ഉണ്ടാവും അല്ലേ? റോസ് ഗോൾഡാണോ കുറച്ചും കൂടെ എന്താ പറയുക ഇഷ്ടമാവുന്ന ഉണ്ടാവുക. 2 ലെയർ ആയിട്ടുള്ളത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഭംഗിയുണ്ട്. അന്ന് കയ്യില് കെട്ട് ഭയങ്കര സിമ്പിളാ. കുറച്ചുകൂടെ കട്ടിയിലുണ്ടെങ്കിൽ നല്ല ഇത് ഭംഗിയുണ്ടാവും. കട്ടി വേണ്ട, ഇങ്ങനെ മതി. ഇവക്ക് ഇങ്ങനത്തെ കുഞ്ഞി പെൻഡന്റ് പോലെ വരുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. കുഞ്ഞൊരു സ്റ്റോണുകളോണ്ട് ഉള്ളിലൊരു പൂവ്, അതിന്റെ ചുറ്റും ഇങ്ങനെ ഇതളുകൾ പോലെ, പിന്നെ ഇപ്പുറത്ത് കുഞ്ഞു കുഞ്ഞു സ്റ്റോണ്. ഗൈസ്, ഇതിൽ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇതൊരു റൗണ്ടായിട്ട് ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ബാക്കിയുള്ളതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് ഇഷ്ടമാവും തോന്നുന്നു. എന്നാലും കുറച്ചും കൂടെ ഓപ്ഷൻസ് നോക്കിയതിന് ശേഷം നമുക്ക് ഫിക്സ് ചെയ്താൽ മതി. ഇതിങ്ങനെ ഉണ്ടാവും. ഇഷ്ടമാവില്ലേ? അത് ഇഷ്ടമാവും. ഒന്നുകൂടെ നോക്കാം. നമ്മളൊരു 3 ബ്രേസ്ലെറ്റ് നോക്കി വെച്ചിട്ടുണ്ട്. ഒന്നിത്, ഇത് 3 ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിലേത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. നോക്കി നോക്കാം അല്ലേ? എല്ലാവർക്കും ഇതിലിപ്പോൾ ഏതാ ഇഷ്ടപ്പെട്ടത്? എനിക്കിതിൽ ഇതാ ഇഷ്ടമായി. എനിക്കിതാ ഇഷ്ടമായി. അതവിടെ ഇതൊരു കംപ്ലീറ്റ് ഒരു ബ്രേസ്ലെറ്റ് വൈബും ഉണ്ട്. എന്നാൽ ഡയമണ്ടും ആണ്. ഏത് വേണം എന്നുള്ളത് തീരുമാനിച്ചാൽ മതി. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം രസമുണ്ട് കേട്ടോ. അത് ഒരു റൂബി പോലെ സെൻറ്ററിലും പിന്നെ അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഡയമണ്ട്സ് ആയിട്ട്, പിന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിനും, അതിൻ്റെ ഇവിടെ ഒരു കുഞ്ഞു സ്റ്റാറൊക്കെ ഉണ്ട്. എന്തായാലും ഒക്കെ ഇഷ്ടപ്പെടും. നല്ല ഭംഗിയുണ്ട്. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തതിനെക്കാട്ടും കുറച്ചും കൂടെ ഇങ്ങനെ എടുത്തു നിൽക്കുന്നുണ്ട് അല്ലേ? കയ്യിലേക്കൊരു ഭംഗി ഫീൽ ചെയ്യുന്നത് ഈ ഒരു കളർ വരുമ്പോഴാണ്. അപ്പം ഞങ്ങൾ
ഇത് തന്നെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടാണ് ഗൈസ് ഞങ്ങൾ ബ്രേസ്ലെറ്റ് എടുക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? ഇത് നമുക്ക് ചെയ്തില്ലേ? സിമ്പിളാണ്. അങ്ങനെ നമ്മൾ ശ്രീക്കുള്ള ഗിഫ്റ്റ് എടുത്തു ഗൈസ്. അങ്ങനെ ഓക്കെ ഇഷ്ടപ്പെട്ടതായിരിക്കും ഞങ്ങൾക്ക് ഉറപ്പാണ്. അത്രയും നല്ല ഭംഗിയുള്ള ഒരു സാധനം കിട്ടി. ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമായിട്ടോ. പക്ഷെ പിന്നെ നമുക്കൊരു ഐഡിയ തോന്നുന്നു ഡയമണ്ടിൽ കൂടി നോക്കാന്ന്. അപ്പൊ ഡയമണ്ടും ഒക്കെ ഇഷ്ടമാണ്. അതില് ആ കണ്ട സിമ്പിളും ആണ്, പക്ഷെ എന്താ പറയാ എലഗന്റും ആണ്. ആ കളർ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ കൈ കാണാൻ നല്ല രസമുണ്ടാവും. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഒരു സാധനം കിട്ടി. ഇനി നമുക്ക് ഇത് പോയിട്ട് 12 മണിക്ക് പോയിട്ടുള്ള സർപ്രൈസ് അതിന്റെ കൂട്ടത്തിൽ ഞാനൊക്കെ വേറൊരു സർപ്രൈസ് എന്നില്ലാത്തൊരു സ്പെഷ്യൽ സർപ്രൈസ് ആണ് ഞാൻ. കാര്യം ഇത്രയും കാലമായിട്ട് ഞാൻ ബർത്ത്ഡേക്ക് ഉള്ളതാ. ഇപ്പൊ ഞാൻ ഇല്ല എന്നുള്ള വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗിഫ്റ്റ് കൊടുത്ത് ഉണ്ണി കണ്ടോണം സർപ്രൈസ് ചെയ്യിക്കാം. അപ്പൊ നമുക്കിപ്പോ 12 മണി വരെ ചെയ്തു തീർക്കാൻ ഒരുപാട് പണികളുണ്ട്. കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ ഇവിടെ മുഴുവൻ വാരിക്കൂട്ടെ ഒരുപാട് വെറൈറ്റി. ഗൈസ് ഇവിടെ ബർത്ത്ഡേന്റെ പർച്ചേസിംഗിലാണ്. ഇവര് രണ്ടാകും പ്രാന്തായും തോന്നുന്നു. എന്തൊക്കെ എടുക്കുന്നുണ്ട്. കണ്ണാടി ലൈറ്റ് ഉള്ളത്, ലൈറ്റ് ഇല്ലാത്തത്, പി ഊതി വിടുന്നത്, ഊതി വിടാൻ പറ്റാത്തത്, എന്തൊക്കെയോ വാങ്ങിക്കിട്ടുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ കാറിന്റെ ബാക്കിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് ശ്രീനെ ഞെട്ടിക്കാൻ പോവാണ് ഗൈസ്. സമയം രാത്രി 10 മണിയായി. ഞങ്ങൾ ശ്രീക്ക് കേക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇതുവരെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കേക്ക് വാങ്ങാൻ മറന്നുപോയി ഗൈസ്. കേക്ക് വാങ്ങാം. ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങി ഡെക്കറേറ്റ് ചെയ്യാൻ ടൈം കിട്ടും. അങ്ങനെ നമുക്ക് കേക്കും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോയിട്ട് കാറ് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ഗൈസ് നമ്മളെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ പോകുന്നത് അഞ്ചിന്റെ വീട്ടിലേക്കാണ്. അവിടുന്ന് നമ്മൾ കാറ് മൊത്തത്തിൽ ബാക്കിലില്ലേ ഫുൾ ബൂട്ട് സ്പേസ് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേയും ബലൂൺസും ലൈറ്റ്സും ഒക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യും. ഇതിപ്പോ നമ്മളെന്താ വെച്ചാൽ സലൂന്റെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് സീന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ കുളമായി പോകും. കുറച്ച് ദൂരം ഉണ്ട്. അപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ആ സമയത്ത് കുറച്ചേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ സമയത്ത് ഒരു 11:30 ആകുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ശ്രീന്റെ വീട്ടിലേക്ക് എത്താൻ സുഖമാവും. അപ്പൊ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് 12 മണിക്ക് സർപ്രൈസ് ആയിട്ട് ശ്രീന്റെ അടുത്ത് പോകുന്നു. കേക്ക് കട്ട് ചെയ്യുന്നു, ബൂട്ട് തുറക്കുന്നു, ഇത് കാണുന്നു, അഞ്ചിനെയും അമ്മലേട്ടനെയും കാണുന്നു. മൊത്തത്തിൽ സർപ്രൈസ് വന്നു. പിന്നെ വീട്ടിൽ കയറാൻ മമ്മി കീ പുറത്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാരും കൂടെ മമ്മീനെ വൈകുന്നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കീ പുറത്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മമ്മീനെ വിളിക്കാൻ പറ്റില്ല. വിളിച്ചു മനസ്സിലാവും. ഓൾ എന്തായാലും ആ ഒരു സമയം കഴിഞ്ഞിട്ടാണ് പൊതുവേ തന്നെ ഉറങ്ങാറ്. അപ്പൊ എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇനി 8 ലേറ്റ് ആക്കാൻ വേഗം പോയിട്ട് കാർ ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഏച്ചിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം 10:30 നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങണം. കാറൊക്കെ ഞങ്ങൾ ഇത് ഇവിടെ സീറ്റ് മടക്കി വെച്ചിട്ട് ഒരു കർട്ടനൊക്കെ വിരിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ഒരു ബർത്ത്ഡേ വൈബായി. നല്ല ഗ്ലിറ്ററി കർട്ടനൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറെ പരിപാടികളുണ്ട്. ചുരുക്ക ഓരോന്ന് അൺബോക്സ് ചെയ്തോണ്ടിരിക്കും. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഊരി വീർപ്പിക്കണം. ഇതെന്താണ്? അങ്ങനെ ചെയ്യാം. ഇതൊരു ലൈറ്റാണ് കേട്ടോ. ഇത് ഞാൻ എന്തായാലും വാങ്ങണം വിചാരിച്ച് വാങ്ങിയതാണ്. ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ കത്തിച്ചേക്കുന്ന സാധനമാണ് അല്ലേ? കുഴപ്പമില്ല, വേറെ എടുക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു കാറ്റൊക്കെ പോകുന്നു. ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ വെക്കുന്നതല്ലേ? അതേക്ക് നല്ലല്ലേ? അപ്പൊ ഇത് ബാക്ക്ഗ്രൗണ്ട് വെക്കാം. അപ്പൊ കാണൂല. അപ്പൊ അത് കാണൂലല്ലേ? ഓക്കെ. അപ്പൊ ഇത് നിലത്ത് തന്നെ ഇരിക്കാം. തിരക്കിട്ട പണിയിലാണ്. തളങ്ങുന്നു. ഇതിനുള്ളിൽ നമുക്ക് ലൈറ്റ്സ് ഒക്കെ വരാനുണ്ട്. അപ്പം കാണും. ഇത്രയും ആൾക്കാർ ശ്രീക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടോണ്ടിരിക്കാതെ ശ്രീ അറിയുന്നുണ്ട് ഗൈസ്. എന്താ ചെയ്യണ്ടേ ഗൈസ്? ഇത്രയും ബലൂണുകൾ ഞങ്ങൾ വീർപ്പിച്ച്, ഞങ്ങൾ മറ്റേ സാധനം വാങ്ങാൻ മറന്നു ഈ ബലൂൺ വീർപ്പിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ഊതി വീർപ്പിച്ചതാണ് ഗൈസ്.
എല്ലാം ഞങ്ങളുടെ ശ്വാസം ശ്രീക്ക് വേണ്ടി. ശ്രീക്ക് ഇഷ്ടപ്പെട്ട പർപ്പിൾ കളർ ബലൂൺ ഉണ്ട് കേട്ടോ അതിൽ. ഇതിപ്പോ ഞാൻ കണ്ണൂര് പോയാൽ നടക്കുവോ? അവളെ ബർത്ത്ഡേക്ക് ഞാൻ പോവോ? എങ്ങനെ ഞാൻ പോവും ശ്രീന്റെ ബർത്ത്ഡേക്ക്? മനസ്സ് വരും അതിന്. അതെ, സങ്കടപ്പെട്ടിരിക്കും. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്ത് രസമുണ്ട്. ലൈറ്റും കൂടി വരുമ്പോ ലൈറ്റും കൂടി വരുന്ന സമയത്ത് ഇനി തിളങ്ങും. ഈ സ്ഥലത്ത് ഫുൾ ബാലൂൺസ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ വരുമ്പോ അടിപൊളിയായിരിക്കും. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു പീം കൂടെ അല്ല ഓക്കെ. എച്ചിന് ഈ 2 ഭാഗത്തുള്ള ഓട്ട കാണില്ലല്ലോ ഓർത്താറ്. എന്താണ് അല്ല എച്ചിങ് എത്ര തൂങ്ങിക്കഴിയാ? അല്ല ആ ഓക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ അതില് ഇങ്ങനെ വെച്ചാൽ ഹായ്, ഇങ്ങനെ വെച്ചാൽ ഹായ്, ഹേയ് സോറി, നീക്കി വെച്ചാൽ ഹാപ്പി. രാത്രി ആയതുകൊണ്ട് അധികം ഒച്ചെടുക്കാൻ പറ്റില്ല. അതിനകത്ത് 2 സ്റ്റാറും ഏത് പൊട്ടി? ഹാപ്പി ബർത്ത്ഡേ. BDY ആക്കാം. ഞാൻ പേടിച്ചുപോയി ഒരു നിമിഷം. ഈ സമയത്താണെങ്കിൽ വാങ്ങിക്കാൻ പോകാൻ കിട്ടൂലല്ലോ. ഇനി വീർപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചേ. ആ തമിഴേട്ടാ പോയത് 6ആണത്. മെല്ലെ 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 രാത്രിയാണ്. ഇവിടെയാണ് ഇപ്പൊ നമ്മൾ ഹാപ്പിന്ന് കൊടുക്കുന്നത്. ഇത് അടയ്ക്കാൻ പറ്റുമോ? എന്നാ പിന്നെ അത് കെട്ടിക്കോ. മൂങ്ങ അല്ല, മൂങ്ങയാണോ? വേറെ ഏതൊരു പക്ഷിയാണ്. ചെമ്പോത്താ. അവിടെ നമ്മൾ ഹാപ്പിന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ അത് BDAY ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതിൽ 6 പൊട്ടിപ്പോയി, അതുകൊണ്ട് ഇങ്ങനെ ആക്കി. ജുൻക ഈ ഡേ ഇപ്പുറത്തേക്കും ഇതിന് ഗ്യാപ്പ് ഇടണം. ഈ ഡേക്ക് ഗ്യാപ്പ് ഇടണം. B മാത്രം അവിടെ. അങ്ങനെയാ ചെയ്യാം. അല്ലെങ്കിൽ ശരിക്കും ഇവിടെ അപ്പോസ്ട്രോഫി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരുമിച്ച് വെച്ചോ. എങ്ങനെ വേണ്ട. നേരത്തെ ചളി പറയല്ലേ. ഭാര്യയും ഭർത്താവ് ഇറങ്ങിയിരിക്കുക രാത്രി തോർത്തും ടീഷർട്ടും ആയിട്ട്. വൈബ് അഞ്ചി പോയോ? ബോയ്സ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാക്ക ഇപ്പൊ ബാറ്ററി വാങ്ങാൻ പോയതാട്ടോ. ലൈറ്റിന് ബാറ്ററി ഇല്ലേനോ, അപ്പൊ ബാറ്ററി വാങ്ങാൻ പോയതാ. ലൈറ്റ് ഉള്ളില്, അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ലൈറ്റ് കൊടുക്കും. ഈ ഹാപ്പി അമലേട്ടാ, ഈ ഹാപ്പിന്റെ ഇവിടെ കണ്ടോ? ഈ ലൈനിന്റെ മോൾ കൂടി 11 മണിയാവാനായി. പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ വർക്കാവുള്ള അധികം ഡയലോഗ് അടിക്കും. നോക്കട്ടെ എവിടെ സാധനം നൂല് പോലത്തെ വാങ്ങണം ആഗ്രഹം. അപ്പൊ സാധനം നോക്ക്. തെറ്റല്ലേ? ഓന് ഭയങ്കര ആഗ്രഹം നൂല് പോലത്തെ വേണം. ശരിക്കും ഇവർക്ക് പണി കൊടുത്തു കഴിഞ്ഞാൽ വേഗം പണി തീർക്കൂല ഇവര്. പക്ഷെ വായ പൂട്ടൂലെന്നുള്ളൂ. ഒന്ന് അടച്ചു നോക്കണേന്ന് കണ്ണൂർ. കിട്ടിയ നീ ലൈറ്റ്സും കൂടെ സെറ്റ് ചെയ്ത് ബലൂൺസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. ബാറ്ററിന്റെ സൈസ് ഏതാന്ന് അറിയാത്തോണ്ട് എല്ലാ സൈസ് ബാറ്ററി വാങ്ങി വന്നിട്ട് ചെയ്ത വർക്കില് അഭിമാനപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുക. 11 മണിയായി ഗൈസ്. 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ തീർക്കണം. 11. മെല്ലെ ഉള്ളോട്ട് വെച്ചോ. ഇത് സെറ്റ് ചെയ്തിട്ടാക്കിയാ പോരാ. അടിപൊളി. ഞാൻ ഒന്നും ചെയ്തില്ലേ. ഇവരെ കൊണ്ട്
ഉള്ളോട്ടാ. ഇവർ രണ്ടാളും ഒരു പഴിക്കുന്നുണ്ടല്ലോ. പണി ചെയ്യേണ്ടതല്ല ശരിയാണ്, പക്ഷെ എന്തൊരു ഉറപ്പിക്കണം. അതിന്റെ പുറത്ത് ഒരുപാട് ഇരട്ടിപ്പണിയത്. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ വേറെ ഐഡിയ ആണ് ഇവിടെ മൊത്തം വർക്കായത്. അവർക്കറിയില്ല. ഒരു ലൈറ്റ് കൂടി ഇല്ലേ? ചെറിയ കുട്ടികളല്ലേ. അതൊന്നും അതിനെപ്പറ്റി ഇവിടെ കൂടുതൽ സംസാരിക്കണം. ഒരു ലൈറ്റ് കൂടി ഇല്ല അതവിടെ. അത് ഇത് ഇവിടെ ഇവിടെ ഇട്ടായിരുന്നല്ലോ. അത് അതിന്റെ അടിയില്ല, അതിന്റെ അടിയില്ല. പണിയെടുക്കുന്ന നമ്മള് അഭിപ്രായം വരും. ഇനി നമുക്ക് ലൈറ്റിംഗ് ചെയ്യാൻ അടുത്ത അടിപൊളി. ഇത് നോക്കി, ഇതിൽ നോക്ക്, ഭംഗിയുണ്ട്. ആ റോസ് ഗോൾഡ് കളറും അതിന്റെ കറക്റ്റ് ഇതിനും കൂടെ നോക്ക്. എല്ലാം കൂടെ നല്ല രസമായി. ഇത് കളറാ കേട്ടോ സാധനം. ആ ലൈറ്റ് കൂടി വന്നപ്പോ നമുക്ക് എന്ത് ഭംഗിയാ. ഇനിയേ നിങ്ങൾ രണ്ടാളും ബലൂൺ എടുത്ത് വരരുത്, അവിടെ നിൽക്ക്. കുത്തിക്കേറ്റട്ടെ. ആത്മാർത്ഥ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ നല്ല പണി എടുക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വരക്കുണ്ട്. ഫൈനൽ ലുക്ക് കാണിച്ചേ. 3, 2, 1 go. ഞങ്ങൾ എന്തിനാ ഞങ്ങളുടെ മനസ്സാണിത് അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു ശ്രീ, ഹാപ്പി ബർത്ത്ഡേ ടു ശ്രീ, ഹാപ്പി ബർത്ത്ഡേ ടു ശ്രീ, ഹാപ്പി ബർത്ത്ഡേ ടു യു. 11:30 തീർക്കണ്ട, ഞങ്ങൾ 11:20 തീർത്ത്. എല്ലാരും കൊള്ളാം, അടിപൊളി 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 അടിപൊളി. ഗൈസ് നിങ്ങൾ പൊളിച്ച്. ഞങ്ങൾ ഇത്രയും ഡെക്കറേറ്റ് ചെയ്ത് എന്താണെന്നറിയോ, ശ്രീക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെക്കറേറ്റ് ചെയ്യാൻ. ഇങ്ങനത്തെ ഈ ലൈറ്റ്സും കാര്യങ്ങളും പ്രത്യേകിച്ച് നോർമലി നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഈ ഒരു സമയത്ത് ഈ കാറിന്റെ ഡിക്കിയൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് ഈ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാവും. പ്രത്യേകിച്ച് ഈ ഫെയറി ലൈറ്റ്സും ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സും റോസ് ഗോൾഡും പെർപ്പിളും വൈറ്റും ഗോൾഡനും ശ്രീക്ക് പ്രാന്താണ്. അപ്പൊ എല്ലാം കൂടെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതോളം കാണിച്ച് സർപ്രൈസ് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം, ഞങ്ങൾക്ക് ഓക്ക് ഇഷ്ടപ്പെട്ട കേക്കാട്ടോ വാങ്ങിച്ചത്. സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് നമ്മൾ വാങ്ങിയത്. അതൊക്കെ കൊണ്ടുപോയിട്ട് നമുക്കോളെ ഞെട്ടിക്കണം. കൂടെ ഞാനും അമ്മേട്ടനും കൂടി ഉണ്ടാവും. ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ടുള്ള ലുക്ക് നോക്ക്. 12 മണിയാവാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റ് നിമിഷമാണ് ഡെക്കറേഷൻ ഉണ്ടാവാറ്. ഇത് വേഗം തീർന്ന് എല്ലാരും കൂടി നമുക്ക് അരമണിക്കൂർ ബാക്കിയുണ്ട്. ഗൈസ് നമ്മൾ ഇറങ്ങുകയാണ്. ഇപ്പൊ സമയം 11:42 ആയിട്ടോ. നമ്മൾ കുറച്ച് നേരം മുന്നേ അവിടെ പോയിരുന്നാലേ അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ പോകുന്നു. 12 മണി ആവുന്ന ആ ഒരു സമയത്ത് നേരെ പോയി ഡോറിന് മുട്ടുന്നു. നിങ്ങൾ കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടെ അമലേട്ടാ. 12 മണിയാകുമ്പോൾ നമ്മൾ ഡോറിന് മുട്ടുന്നു. അതായത് ഞാനും കാക്കി ജുൻകായുമാണ് ഫസ്റ്റ് ഡോറിന് മുട്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയാം. ആ ഹാപ്പി ബർത്ത്ഡേ പറയലും അഞ്ചു അമലേട്ടനും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് ഇവരും പറയും. അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവും ഗൈസ്. കാരണം കണ്ണൂർ പോയി എന്ന് വിചാരിച്ച ആൾക്കാരാണ് ഗൈസ്. അതും ആലോചിച്ചിട്ട് കരഞ്ഞ ആൾക്കാരാണ്. അപ്പൊ മൊത്തത്തിൽ സർപ്രൈസ് ആവും. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് പ്ലാൻ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒക്കെ നമ്മൾ വിചാരിച്ച മാതിരി ആയാൽ മതി. ഇതുവരെ എല്ലാം വളരെ ശരിയാണ്, ബാക്കി കൂടി ശരിയാവണം. അതെ, ഇതുവരെ കറക്റ്റാണ്. കാക്കപ്പോൾ ഈ വണ്ടി എടുത്തിട്ട്, അതായത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത പോളോ എടുത്തിട്ട് കാക്ക ഒറ്റയ്ക്ക് വരും. ഞങ്ങൾ 4 ആളും കൂടി ഈ വണ്ടിയിലായിട്ട് പോകുന്നത്. കാരണം അതിൽ കയ്യിലെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും കൂടെ അതിൽ പോകാൻ പറ്റൂല. ഒരാളും കൂടെ കയറാൻ സ്ഥലം അതിലില്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ പോകാം. ഗൈസ് നമ്മൾ ഇറങ്ങി ഗൈസ്. കാക്ക ബാക്കിലതാ മെല്ലെ വരുന്നുണ്ട് കേട്ടോ. അത് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോരുന്നതുകൊണ്ട് പയ്യെ 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 വന്നോണ്ടിരിക്കും. അയ്യോ ഞങ്ങൾക്ക് ടെൻഷൻ. നമുക്ക് ജസ്റ്റ് 13 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. വെറും 13 മിനിറ്റിന്റെ ഉള്ളിൽ ശ്രീ എന്തെങ്കിലും വിചാരിച്ചിരിക്കണ്ടാവുക എനിക്കറിയില്ല. ആ ഒരു സർപ്രൈസ് ഒക്കെ കണ്ടതിന് ശേഷം 12 മണിക്കൊക്കെ ഒന്നെങ്കിൽ വീഡിയോ കോൾ ചെയ്യും, മെസ്സേജ് ചെയ്യുന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. കാര്യം ഞാൻ അവിടെയല്ലേ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. എന്താണെന്നൊന്നും അറിയില്ല ഗൈസ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ പ്ലാനൊക്കെ ഒന്ന് വർക്കൗട്ട് ആയി കിട്ടണം, നല്ലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇവിടെ എത്തുമ്പോൾ നമ്മൾ കാറിന്റെ ലൈറ്റ് ഓഫ് ആക്കട്ടോ, അല്ലേ നമുക്ക് മനസ്സിലാവും. നമ്മുടെ അടുത്ത ലൈറ്റ് ഇടുന്ന 9 മിനിറ്റ് മാത്രം. സീറ്റ് ബെൽറ്റ് ഇടായിട്ട് പുഴു എഴയുന്ന പോലെ നമ്മളിങ്ങനെ മെല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് വണ്ടി റോഡ് സൈഡിൽ തന്നെ ഇടാം. സമയം 11:55. വെറും 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പൊ ഈ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ശ്രീയൊന്നല്ലോ ഈ എന്തിനാ വിളിക്കുന്ന? അല്ല ഹലോ, ഞങ്ങളിടോ അവിടെ കാറ് വെക്കാനാടാ. ഈ മുന്നിൽ പോ.
ലാസ്റ്റ് നിമിഷമായ സമയത്തോ എന്തൊക്കെ കളിക്കാണ്. ഇപ്പൊ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് 5 മിനിറ്റ് സമയം മാത്രമേ നമുക്കുള്ളൂ. ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഈ കാറ് ഈ റോഡ് സൈഡിന്റെ ഇവിടെ വെക്കും. നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത കാറ് ശ്രീന്റെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നമ്മൾ കൊണ്ടുവയ്ക്കും. അപ്പോഴേക്ക് കറക്റ്റ് 59 ഒക്കെ ഏകദേശം സമയമാവും നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക്. കറക്റ്റ് 12 മണിയാകുമ്പോൾ നമ്മളിങ്ങനെ ഡോറിന് നോക്ക് ചെയ്യുന്നു, ഇവര് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു, പിന്നെ ഞാനും അവരുടെ കൂടെ വിഷ് ചെയ്യുന്നു. എടുക്കാണ്ടോ പോപ്പർ പോളല്ല സ്പ്രേ പോപ്പർ പിന്നെ സ്റ്റാർ ലൈറ്റ്സ് ഇട്ടോ എല്ലാം ഉണ്ടേ. ഇട്ടോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആദ്യം മെല്ലെ പോയി നോക്കണം, അവിടെ ലൈറ്റ് ഉണ്ട്. അവിടെ ജുൻക പോണ്ട, ഞാൻ പോയിക്കോളാം. അഞ്ചി ആ കേക്ക് എടുത്ത് കയ്യിൽ വെക്കണോ അതോ ഇങ്ങനെ തന്നെ പിടിക്കാനാണോ? കയ്യിലൊക്കെ കുഴപ്പമില്ല, വേണ്ട വണ്ടി എടുക്കണ്ട, ഒപ്പരം പോയാ മതി. നല്ല പിടിച്ചേ. ബോളോ അവിടെ നിർത്തിയിട്ട് ഫോൺ സൈലന്റ് ആക്ക്, എല്ലാരും ഫോൺ സൈലന്റ് ആക്ക്. ഗൈസ് നമ്മൾ ബോളോ അവിടെ നിർത്തിയിട്ടുണ്ട്. ശ്രീന്റെ വീടിന്റെ മുറ്റത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഉറങ്ങുമ്പോതും ഇവനിൻ ഗവനം ഉറങ്ങിപ്പോകാതെ കനവിൽ കൂട കാവൽ ചെയ്യും കടമൈ മറവാതെ. ക്ഷീണുണ്ടോ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കുറച്ച് യാത്ര ചെയ്ത ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയച്ചാ ക്ഷീണുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ച ആ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം ആവുമ്പോഴത്തേക്കിനൊക്കെ ശരിയായിക്കോളും എന്നൊക്കെ വിചാരിച്ച്. ഇത് ഉള്ളിലുണ്ടായിരുന്നോ? എനിക്ക് മനസ്സിലാവില്ല. നമുക്ക് തുടങ്ങിയാലോ? Happy birthday to you. Happy birthday to you. Happy birthday to you, dear Sri. Happy birthday to you. എങ്ങനെ കയറി? മമ്മി മിക്കവാറും തുറന്നു തന്നിട്ടുണ്ട്. മമ്മി ഫുൾ പ്ലാനിങ് ആയിരുന്നു. എന്റെ സ്കൂട്ടറിന്റെ അവിടെ കീ വെച്ചു മമ്മി. ഇല്ല, ഞാൻ 12 മണിയായിട്ടും ഞാൻ ആരും വിഷ് അയക്കുന്നൊന്ന് കാണില്ല. ഇവളെ ലാസ്റ്റിന് നോക്കിയപ്പോ 7:15, ഇവളെ ലാസ്റ്റിന് നോക്കിയപ്പോ 9 സംതിങ്, നിന്റെ ലാസ്റ്റിന് നോക്കിയപ്പോ 11, 13. പിന്നെ ബാക്കിയുള്ള പിന്നെ മെയിനായിട്ട് ഞാൻ എന്തിനല്ലോ നോക്കുക, ആരും കാണാനില്ല. പിന്നെ അപ്പത്തേക്കിനും ഞാൻ വിചാരിച്ച ഷാമിന്റെ അടുത്ത് ചോദിക്കുക എവിടെ പോയി, അതെ സല്ലുവിടെ ഈ എവിടെ പോയി, ഇവളെ പിന്നെ വീഡിയോ കോൾ ഇവര് രണ്ടുപേരും കൂടെ പണ്ട് പറയായിരുന്നു ഇങ്ങനെ അവിടെ എത്തിയാലേ ഞങ്ങള് രണ്ടുപേരും കൂടെ വീഡിയോ കോൾ ചെയ്യുന്ന. ഈ ജന്തു വീഡിയോ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നേരിട്ട് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. ഗൈസ് ഞങ്ങൾ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു
ഞാൻ ഓരോ പിക്ക് ചെയ്ത് അപ്പുറത്ത് കൂടെ വന്ന് അവിടെ ഇവിടേക്ക് പോയി ഞങ്ങൾ ഇറക്കിയില്ലേ, ഇറക്കിയുള്ളത് തന്നെ പെട്ടിനെ പാക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇല്ല ഓള് ഞാൻ സംഭവം ഞാൻ ബാക്കിൽ അഞ്ചു പോയി കാഴ്ച ഇങ്ങനെ പറഞ്ഞേ പറ്റിച്ചതാ. എന്തായാലും എല്ലാം വർക്കൗട്ട് ആയില്ലേ. ഇവര് 4th പ്ലാറ്റ്ഫോമിൽ നിന്ന് 1st പ്ലാറ്റ്ഫോമിലോട്ട് നടന്ന് അവിടെ ജൂന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കിയൊക്കെ വീഡിയോ കാണുമ്പോ മനസ്സിലാവും. എന്താണെന്നറിയില്ല, എല്ലാം വളരെ അമലേട്ടനും ജുൻകാക്കും ഭയങ്കര കൺഫ്യൂഷൻ. നോക്ക് മനസ്സിലാവോ എന്തുകൊണ്ടറിയോ, ഇവക്ക് കുരുട്ടുബുദ്ധി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് ഇവക്ക് മനസ്സിലാവും എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കിട്ടിയില്ല. പക്ഷെ വീട്ടുകാർ അഭിനയിച്ച് പോരാത്തിന് എന്റെ വീട്ടുകാരെല്ലാരും കൂടി വന്നിട്ട് ഞാൻ പോകുന്ന പോലെ തന്നെ അവനായിട്ട് പറഞ്ഞു എന്റെ അമ്മ ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ അഭിനയിക്കണം. ഒരു 3-4 വീട്ടുകാർ മൊത്തത്തിൽ എക്സ്പ്രഷൻ ഇട്ട് നിന്ന അത് കഴിഞ്ഞിട്ട് കുടുംബം മൊത്തം അഭിനയിച്ച് തകർത്ത്. അത് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് കോൾ ചെയ്തില്ലേ, അത് ഇവരുടെ കണ്ണൂരിൽ നാട്ടിൽ നിന്ന് കോൾ ചെയ്തതാ. അവിടെ വീട്ടിന്റെ ബാക്കിലുള്ള ആന്റി കോൾ ചെയ്തതാ. ഞാൻ നാച്ചുറൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് എത്തുന്ന പറഞ്ഞത്. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ അങ്ങനെ ഷൂട്ട് ഉള്ളതുകൊണ്ടാണ് അത് കേട്ട് വിശ്വസിച്ചില്ലേ? കറക്റ്റ് ആ സമയത്ത് തന്നെ എന്നെ വിളിച്ച് എനിക്ക് അത് അങ്ങനെ പറയാൻ തോന്നിയതൊക്കെ. അപ്പൊ കേക്ക് കട്ട് ചെയ്യണ്ടേ? കേക്ക് കട്ടിയണം, കേക്ക് കട്ടണം. ഒന്ന് ഒരു അപ്പൊ അതിന് ഞങ്ങൾക്കൊന്ന് റെഡി ആവാണ്ട് അല്ലേ? ഇവള് ഭയങ്കര വിഷമത്തിലായിരുന്നു കേസ്. ഇപ്പൊ വന്ന് കരഞ്ഞപ്പോഴാണ് ഫുള്ളായിട്ട് മനസ്സിലായത്. പാവണ്ടാവും. അയ്യോ ഞാൻ എന്തോ നേരത്തെ ഒരു ചെറിയ സൂചന നല്ല ഞങ്ങൾ അഭിനയിച്ച് പഠിപ്പിച്ച സൂചന പോയി. ശ്രീ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളിത് ആയുധങ്ങളൊക്കെ സെറ്റ്. ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേയില് മുന്നുണ്ടായില്ലല്ലോ. സർപ്രൈസ് ഇഷ്ടോ? ഇതുവരെ ഇനി സർപ്രൈസ് കിട്ടില്ല എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് അടുത്ത വലിയ സ്റ്റെപ്പാട്ടോ. റെഡി 3 2 1 go. Happy birthday. Happy birthday to you. Happy birthday to you. Happy birthday to you dear Sri. Happy birthday to you. എന്താ ഇവിടെ മൊത്തം ഞങ്ങളുടെ കലാപരിപാടികളാണ്. ഞങ്ങളുടെ മനസ്സാണത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ശ്രീ. ഹാപ്പി ബർത്ത്ഡേ ടു യു. എങ്ങനെയുണ്ട് സർപ്രൈസ്? ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ ആലോചിക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് 12 മണിക്ക് എന്താ ഇവരൊക്കെ എന്റെ വീട്ടില്. അത്ര ഞാൻ ഇത് പോയെന്ന് വിചാരിച്ചല്ലേ. പിന്നെ മൊത്തത്തിൽ എനിക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല. അതെ നേരത്തെ പോയ കിളിയാണ്, ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഹാപ്പിയായോ? പിന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. എന്തിന്റെ പരിപാടി? അടുത്ത കലാപരിപാടി പൊതുവെ എന്തായിരിക്കും? എന്താ വേണ്ടത്? ഗിഫ്റ്റ് എന്തെങ്കിലും മതി. എന്തായാലും ഇങ്ങനെ ഒരു കുഞ്ഞതാണെങ്കിലും ഒരു ഇങ്ങനെ എല്ലാരും കൂടെ ഗിഫ്റ്റ് തരുന്നതിന്റെ ആ ഒരു ഇഷ്ടമാണ്. അതാണ് ഓൾക്ക് എപ്പോഴും ആഗ്രഹം. ഇതിന്റെ ഉള്ളില് തപ്പിയിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുത്തോ. ഇതിന്റെ ഉള്ളിൽ നമുക്ക്
ബലൂണാണ് രസമായിട്ട് തോന്നുന്നെങ്കിൽ അത് എടുത്തോ. പിന്നെ അതല്ലാതെ വല്ലതും കിട്ടുകയാണെങ്കിൽ അതും എടുത്തോ. തപ്പി നോക്ക്. തപ്പിക്കോ. ബലൂണ് പൊട്ടിക്കേണ്ടി വരുമോ? പൊട്ടിക്കുന്നു വേണ്ട. അല്ലാതെ ഇങ്ങനെ പരതിയാ മതി. കിട്ടിയോ? എന്താ? ബലൂണുകൾക്കിടയിൽ ഞങ്ങൾ ഒളിച്ചു വെച്ചത് എന്തായിരിക്കും? അയ്യോടാ, അറിഞ്ഞൂടാ. ലോകം കണ്ടപ്പോ സാധനം പക്ഷെ അതിലെന്താണെന്ന് അറിയില്ല. തുറന്നോക്ക്. തുറന്നോ കൂടുതൽ സസ്പെൻസ് ഒന്നും എടുത്തില്ല. തുറന്നോ മെല്ലെ. ഓളെന്ന് സസ്പെൻസ് ഇട്ടിട്ടാ തുറക്കുന്നത്. കണ്ണടക്കി എന്നിട്ട് തുറക്ക്. എന്നിട്ട് കണ്ണു തുറന്ന് നോക്ക്. കണ്ണുറക്കട്ടെ. അതില്ലേ തുറക്കാനായോ നോക്കട്ടെ. നോക്കട്ടെ. ഇഷ്ടായി. ഇത് അന്ന് ഷാമിന്റെ ഇത് മേടിക്കാൻ പോയ സമയത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടായി. ഇതന്ന് ഞാനങ്ങനെ പറഞ്ഞതാ. നല്ല രസം. പക്ഷെ ഈ അന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഞങ്ങൾക്ക് എങ്ങനെയൊക്കെയോ വന്ന് എടുത്തു പോയതാ. ഞാൻ അല്ല, ഇവള് കമ്മല് മേടിക്കാൻ വേണ്ടിട്ട് നമ്മള് പോയില്ലായിരുന്ന ബർത്ത്ഡേക്ക്. അന്ന് ഞാന് ഈ സാധനം കണ്ടപ്പോ ഞാൻ ഇവളെയും കൂട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് ഇത് നോക്കുന്നു. പക്ഷേ ഞങ്ങൾ കൊറേ ഇല്ല, അത് അപ്പൊ എനിക്ക് ഓർമ്മയില്ല. നമ്മള് നോർമലി എന്ത് ചെയ്തെന്ന് വെച്ചാല് ഗോൾഡിൽ നോക്കി, പിന്നെ റോസ് ഗോൾഡ് സിമ്പിൾ ആയി നോക്കി, പിന്നെയാണ് ഇത് നോക്കിയത്. ഇത് ഡയമണ്ടില് റോസ് ഗോൾഡ് വരുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം. നോക്കട്ടെ. നോക്കട്ടെ ഫുള്ള് കേട്ടോ. ഞങ്ങള് കൊറേ തപ്പിന് ശേഷം അവസാനം എത്തിയതാണ് ഇതിലേക്ക്. നല്ല രസമുണ്ട്, എനിക്കിഷ്ടായി. ഓ, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് ശ്രീ. നല്ല ചേരുന്നുണ്ട് അത് കൈക്ക്. കൊള്ളാം. മമ്മിക്ക് കാണിച്ചു കൊടുക്ക. മമ്മി ഗിഫ്റ്റ് കണ്ടോ? രസല്ലേ? ഒരു റൂബി, അതിന്റെ ചുറ്റിലും ഡയമണ്ട്സ്, റോസ് ഗോൾഡ് ഒക്കെ ഇഷ്ടപ്പെട്ട സാധനം. ഇപ്പുറത്തെ കുഞ്ഞൊരു സ്റ്റാറും. കാറ് ഇവര് കച്ചറാണ് ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ ബർത്ത്ഡേ സർപ്രൈസ്? അടിപൊളി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളെ പ്ലാൻ എന്താണെന്നറിയോ? ഇങ്ങനെ ശ്രീനെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഫുള്ള് കോഴിക്കോട് മൊത്തം കറങ്ങും. ഇങ്ങനെ ഇരുത്തിട്ടോ? അതായത് ഒരു ബിനാലെ പോകുന്ന പോലെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു വിചാരിക്കണത് ക്രിസ്മസ് ആണോ അങ്ങനെ തോന്നിപ്പോകുന്ന രീതിയിൽ ഞങ്ങൾ ഇവിടെ ഇരുത്തും. വേണമെങ്കിൽ നമുക്കൊരു ഫുഡ് അതൊരു സാധനം സെറ്റ് ചെയ്യാം. നന്നായിരിക്കും. സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സർപ്രൈസ് ആയിരുന്നു. ഞാൻ തീരെ പ്രതീക്ഷയില്ല. ഒരു 12 മണി കഴിഞ്ഞ് കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോ സങ്കടപ്പെടാൻ കാത്തൊക്കെയായിരുന്നു. ആരും അയക്കുന്നില്ലല്ലോ. അല്ല, ഞാൻ വിചാരിച്ച ഞാൻ സങ്കടം ഒന്നും പെടൂല. കാരണം ഇവര് രണ്ടുപേരും തിരക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവള് പിന്നെ എന്തോ ഒരു ക്ഷീണമാണ് ജന്തുണ്ടെന്ന് പറഞ്ഞ പാവ ക്ഷീണം പിടിച്ചിട്ട് ആ കണ്ണൂരൊക്കെ എത്തിയതല്ലേ. ഓള് ഉറങ്ങിപ്പോയിട്ടോ. സാരില്ല, ഞാൻ അടിയൊന്നും ഉണ്ടാക്കൂല, ഞാൻ പരാതി ഒന്നും പറയൂല എന്ന് വിചാരിച്ചു. ഹാപ്പി ആയില്ലേ? ഗിഫ്റ്റ് ഇഷ്ടായോ? നല്ല ഇഷ്ടമായി. സാധാരണ നമ്മള് 12 മണിക്ക് ഗിഫ്റ്റ് കൊടുക്കാറില്ലല്ലേ? നമ്മള് കൊടുക്കാറ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ശ്രീ ഭയങ്കര സന്തോഷവതിയാണ് ഗൈസ്. ഞങ്ങൾ പ്ലാന് മൊത്തം സക്സസ് ആയതിന്റെ ക്ഷീണത്തിലാണ് ഞങ്ങള് പുറത്തേക്ക് പോകുന്നത്. അതെ, ഞങ്ങക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ ഫുഡ് കഴിച്ചാണ്. പക്ഷെ കുഴപ്പമില്ല, ഇവരെ കൂടെ ഒന്നും കൂടെ ഫുഡ് കഴിക്കാം. അല്ല, ശ്രീന്റെ ഒക്കെ ചെലവുണ്ട്. മാത്രം ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ ബാക്കിൽ 2 ആൾക്കാർ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഗൈസ്, ഇതോടുകൂടി ബർത്ത്ഡേ തീരുന്നില്ല. ശ്രീക്ക് നാളെ എന്തോ വലിയ പ്ലാൻസ് ഒക്കെ ഉണ്ട്. അത് നാളെ ശ്രീങ്ങളുടെ അടുത്ത് പറയും. അത് ശ്രീ തന്നെ പറയുന്നത്. അത് അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ.